ഇന്നലെ രാവിലെ ദേവമാതാ കോളേജിലെ ലൈബ്രറിയിൽ ഇരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് സാറിൻ്റെ വിയോഗ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ അറിയാനിടയായത്. കേട്ടപ്പോൾ അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ ദിവസം ഉഴവൂര് കൂടി കടന്നു പോകുന്ന സമയത്ത് സാറ് അവിടെ നിൽക്കുന്നത് കണ്ടു. വളരെ ആരോഗ്യവാനായി പ്രസന്നവദനായി അവിടെ നിൽക്കുന്നത് കണ്ടു. എന്തു പറ്റി എന്നൊരു ചോദ്യം മനസ്സിലൂടെ കടന്നുപോയി. അവിടെ ഇരുന്നപ്പോൾ എനിക്ക് സാറിനെ കുറിച്ച് ഏതാനും വരികൾ എഴുതണമെന്ന് തോന്നി. അത് ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിരുന്നു. ഈ സമയത്ത് അത് ഒന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിലും ഇന്ത്യൻ കായിക രംഗത്തും സമാനതകളില്ലാതെ ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമായിരുന്ന പ്രൊഫസർ സണ്ണി തോമസിന്റെ നിര്യാണത്തിൽ ഞങ്ങൾ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ ഭൂമിയിലെ യാത്ര ഇന്ന് അവസാനിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങളിലും ഷൂട്ടിംഗ് ചരിത്രത്തിന്റെ താളുകളിലും പതിഞ്ഞ കയ്യൊപ്പ് എന്നെന്നും നിലനിൽക്കും. 1964 കോളേജിലെ ആംഗലേയ സാഹിത്യ വകുപ്പ് മേധാവിയായി നിയമിതനായ അദ്ദേഹം ദീർഘമായ ഒരു കാലഘട്ടം ഈ പദവി വഹിച്ചു. അക്കാദമിക രംഗത്ത് ഒരു ഉന്നത പ്രതിഭയായിരുന്നു അദ്ദേഹം. ഊർജ്ജസ്വലനായ ഒരു അധ്യാപകന്റെ അപൂർവ മികവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് വിദ്യാർത്ഥികളിൽ അറിവ് മാത്രമല്ല, യഥാർത്ഥ ജിജ്ഞാസയും പഠനത്തിനായുള്ള ദാഹവും ഉണർത്തി. അദ്ദേഹത്തിന്റെ ജീവിതബദ്ധിയായ അധ്യാപന ശൈലി വിദ്യാർത്ഥികളുടെ വിജ്ഞാന ചക്രവാളങ്ങളെ വിശാലമാക്കുന്ന, ലോകത്തിന്റെ കഥകൾ പാഠങ്ങളുടെ ഉൾക്കാമ്പിലേക്ക് നെയ്തെടുക്കുന്ന ആകർഷകമായ ആഖ്യാനങ്ങളായി മാറി. ക്ലാസ് മുറിക്കപ്പുറം പ്രൊഫസർ സണ്ണി തോമസ് ഷൂട്ടിങ്ങിനെ തന്റെ വൈദഗ്ധ്യത്തിലൂടെ ഡിപ്പാർട്ട്മെന്റിനും കോളേജിനും വളരെയധികം അഭിമാനം നേടിത്തന്നു. ഒരു ഷൂട്ടിംഗ് ചാമ്പ്യനായ അദ്ദേഹം 1993 മുതൽ 2012 വരെ 19 വർഷക്കാലം ഇന്ത്യയുടെ ഷൂട്ടിംഗ് ടീമിനെ നയിച്ചുകൊണ്ട് ദേശീയതല പരിശീലകന്റെ റോളിൽ സേവനം ചെയ്തു. ലോക ചാമ്പ്യൻഷിപ്പുകൾ, ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ് എന്നിവയുൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മത്സരങ്ങളിൽ 108 സ്വർണം, 74 വെള്ളി, 53 വെങ്കല മെഡലുകൾ നേടി ഇന്ത്യൻ ടീം അഭിമാനകരമായ പ്രകടനം ഈ കാലയളവിൽ കാഴ്ചവെച്ചു. അദ്ദേഹത്തിന്റെ സമർപ്പണവും വൈദഗ്ധ്യവും ഈ നേട്ടങ്ങൾക്ക് നിർണായക പങ്കുവഹിച്ചു. സണ്ണി സാറിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയ്ക്കും അദ്ദേഹം രൂപപ്പെടുത്തിയ നിരവധി കായിക താരങ്ങൾക്കും അംഗീകാരമായി 2001 അഭിമാനകരമായ ദ്രോണാചാര്യ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. വർഷങ്ങൾക്ക് ശേഷം പ്രൊഫസർ സണ്ണി തോമസിന്റെ 80ാം ജന്മദിനത്തിൽ ക്ഷമയും മനസ്സിലാക്കലും നിറഞ്ഞ ഒരു ഉപദേഷ്ടാവ്, തന്റെ കഴിവുകൾ പരിപോഷിപ്പിച്ച ശക്തിയുടെ സ്രോതസ് എന്നിങ്ങനെ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവായ അഭിനവ് ബിന്ദ്ര സണ്ണി സാറിനെ മനോഹരമായി വിശേഷിപ്പിച്ച് പറഞ്ഞത് ചരിത്രമാണ്. 1997 വിരമിച്ചതിന് ശേഷവും പ്രൊഫസർ സണ്ണി തോമസ് പലരുടെയും ജീവിതങ്ങളെ സ്പർശിച്ചുകൊണ്ടിരുന്നു. ഒരു നല്ല അധ്യാപകനോ ഒരു ചാമ്പ്യൻ ഷൂട്ടറോ ഒരു ദേശീയ പരിശീലനോ എന്നതിലുപരിയായിരുന്നു അദ്ദേഹം. ഒരു പ്രചോദനാത്മക സാന്നിധ്യമായും സ്വപ്നങ്ങളെ വളർത്തിയ ഒരു ഉപദേഷ്ടാവായും സമർപ്പണവും മികവും ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യനുമായിരുന്നു സണ്ണി സാർ. അദ്ദേഹത്തിന്റെ അഭിനിവേശം, മാർഗനിർദ്ദേശം, വിദ്യാർത്ഥികളോടും കായിക താരങ്ങളോടുമുള്ള അചഞ്ചലമായ വിശ്വാസം എന്നിവ നമ്മെ വല്ലാതെ മിസ് ചെയ്യും. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്താൽ ജീവിതം സമ്പന്നമാക്കിയ എണ്ണമറ്റ വ്യക്തികൾക്കും ഞങ്ങളുടെ ഹൃദയം നുറുങ്ങുന്ന അനുശോചനം അറിയിക്കുന്നു. പ്രൊഫസർ സണ്ണി തോമസിന്റെ ഓർമ്മ എന്നും തിളക്കത്തോടെ പ്രകാശിക്കും. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ. ഈ വരികൾ കുറിച്ചെങ്കിലും ഇന്ന് അദ്ദേഹത്തിന്റെ ശവമഞ്ചത്തിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ വിശ്വാസത്തോടെ മാത്രമേ
നമുക്ക് അദ്ദേഹത്തെ യാത്രയാക്കാനായിട്ട് സാധിക്കൂ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ താളുകളില് പൂർവപിതാവായ യാക്കോബ് ഒരു രാത്രി മുഴുവൻ ദൈവദൂതനുമായി മൽപ്പിടുത്തത്തിൽ ഏർപ്പെടുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രഭാതമായപ്പോൾ യാക്കോബ് ദൈവദൂതന്റെ കാൽക്കൽ വീണിട്ട് എന്നെ അനുഗ്രഹിച്ചാൽ മാത്രമേ ഞാൻ നിന്നെ വിടാൻ സമ്മതിക്കൂ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഒരു മൽപ്പിടുത്തമാണ്. പലപ്പോഴും നമ്മൾ ദൈവത്തോട് മൽപ്പിടുത്തത്തിൽ ഏർപ്പെടാറുണ്ട്. എൻ്റെ വിശ്വാസത്തിൻ്റെ നിമിഷങ്ങളിൽ എനിക്ക് പതർച്ചകൾ ഉണ്ടാകുമ്പോൾ ഞാൻ ദൈവത്തോട് മൽപ്പിടുത്തത്തിലാണ്. ചില അവസരങ്ങളിൽ എൻ്റെ ചുറ്റുമുള്ള വ്യക്തികളോട് ഞാൻ മൽപ്പിടുത്തത്തിലാണ്. എൻ്റെ സ്വാർത്ഥതകൾ, എൻ്റെ അഹങ്കാരം, എൻ്റെ പോരായ്മകളൊക്കെ വ്യക്തിബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തി കഴിയുമ്പോൾ പലരുമായിട്ട് ഞാൻ ജീവിതത്തിൽ മൽപ്പിടുത്തത്തിലാണ്. പല അവസരങ്ങളിലും ഞാൻ എന്നോട് തന്നെ മൽപ്പിടുത്തത്തിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന നന്മകൾ, ഞാൻ ചിന്തിച്ച സ്നേഹത്തിൻ്റെ ഒരു ജീവിതമൊക്കെ എനിക്ക് നയിക്കാൻ സാധിക്കാതെ വരുമ്പോൾ എൻ്റെ കുറവുകളുമായിട്ട് ഞാൻ മൽപ്പിടുത്തത്തിലാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മൽപ്പിടുത്തങ്ങൾക്കും ശേഷം ഏറ്റവും അവസാനം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന ഒരു നിമിഷമാണ് നമ്മുടെ മരണമെന്ന് പറയുക. നമ്മളെ എല്ലാവരെയും കാത്തു നിൽക്കുന്ന ഒരു നിമിഷമാണ്. സണ്ണി സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ 84 വർഷത്തെ ഈ മൽപ്പിടുത്തങ്ങൾക്കെല്ലാം ശേഷം ഇന്നലെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു സമർപ്പണത്തിൻ്റെ ദിവസമായിരുന്നു. നമുക്ക് ഈ നിമിഷം സാറിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കഴിഞ്ഞ 84 വർഷം സാറ് ചെയ്ത ഒത്തിരി നന്മകൾ, ആ ഒരു നന്മയുടെ ദീപ്തസ്മരണയിലാണ് നമ്മൾ ഇപ്പോൾ സാറിൻ്റെ ഈ ശവമഞ്ചത്തിന് ചുറ്റുമായിട്ട് ആയിരിക്കുക. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു വ്യക്തി എന്ന രീതിയിൽ, ഒരു വിശ്വാസി എന്ന രീതിയിൽ ഒരുപക്ഷെ സാറിൻ്റെ ജീവിതത്തിൽ കുറവുകൾ വന്നേക്കാം. നമുക്ക് നമ്മുടെ എളിയ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഉയർത്തി സാറിനെ നമുക്ക് യാത്രയാക്കാം. സാറിൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രിയ ഭാര്യയുമായിട്ട് സംസാരിച്ചപ്പോൾ അവസാന നിമിഷങ്ങളിൽ ചേർത്ത് പിടിക്കാൻ സാധിച്ചു എന്ന വലിയൊരു ചാരിതാർത്ഥ്യ അമ്മയ്ക്കുണ്ട്. പക്ഷേ മക്കൾക്ക് അവസാനമായിട്ട് ഒരു യാത്ര പറയാനായിട്ട് ഒരു പക്ഷേ ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ഒരു ശുശ്രൂഷയും സ്വീകരിക്കാനായിട്ട് അവസരം കൊടുക്കാതെ സാറ് പോവുകയാണ്. മക്കൾക്കും പ്രിയപ്പെട്ട കൊച്ചുമക്കൾക്കും ഭാര്യയ്ക്കുമൊക്കെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള അനുശോചനങ്ങൾ, പ്രാർത്ഥനകൾ അറിയിക്കുകയാണ്. ഇന്ന് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാളാണ്. യൗസേപ്പിതാവിനെ കുറിച്ച് പറയുക, തിരുസഭയുടെ സംരക്ഷകനാണ്, കുടുംബജീവിതത്തിൻ്റെ സംരക്ഷകനാണ് എന്നാണ്. എനിക്ക് ഉറപ്പുണ്ട് സാറ് ഈ സമയത്ത് സ്വർഗത്തിലായിരുന്നു കൊണ്ട് ഈ കുടുംബത്തെ തീർച്ചയായിട്ടും സംരക്ഷിക്കും. മക്കൾക്ക് വേണ്ടി അവരുടെ കാൽപ്പാടുകളിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ വരുമ്പോൾ അവർക്ക് വേണ്ടി ദൈവപിതാവിൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം അപേക്ഷിച്ച് സംരക്ഷകനായിരിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. ഒപ്പം തന്നെ ഉഴവൂർ കോളേജിൻ്റെയും ഒരു സംരക്ഷകനായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല കാലങ്ങളൊക്കെ അദ്ദേഹം ചെലവഴിച്ചത് ഈ കോളേജിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ സ്വർഗീയ വാസത്തിലൂടെ ഈ സംരക്ഷണം എല്ലാവർക്കും ഉണ്ടാകും എന്ന ഉറപ്പോടുകൂടി നമുക്ക് തമ്പുരാൻ്റെ കരുണയ്ക്കായിട്ട് സാറിൻ്റെ ജീവിതത്തെയും സാറിനെയും സമർപ്പിക്കാം, കുടുംബത്തെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വലിയ കരുണ ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. Please stand up.